സ്വാഗതം പേജ് 10 സ്റ്റോറീസിലേക്ക്. ഇറാന്റെ തന്ത്രങ്ങൾക്ക് മുന്നിൽ ഇത്തവണ അടിതെറ്റിയത് നെതന്യാഹുവാണ്. ലബനനിൽ 10 ദിവസത്തെ വെടിനിർത്തലിന് ഗതികെട്ട് നെതന്യാഹുവിന് സമ്മതിക്കേണ്ടി വന്നിരിക്കുന്നു. അതിനിടെ ഹോർമൂസിലെ ട്രംപിന്റെ ഉപരോധം വീണ്ടും തരിപ്പണമാക്കി ഇറാന്റെ സൂപ്പർ ടാങ്കറുകൾ കടന്നുപോയി. അമേരിക്കൻ നാവികസേനയെ നോക്കുകുത്തിയാക്കിയാണ് പുതിയ പാതയിലൂടെ 2 കപ്പലുകൾ ഒമാൻ കടലിൽ നിന്ന് ഗൾഫിലേക്ക് പ്രവേശിച്ചത്. ഇനിയും ഉപരോധം തുടർന്നാൽ അമേരിക്കൻ കപ്പലുകൾ മുക്കുമെന്നാണ് ഇറാൻ സേനയുടെ പ്രഖ്യാപനം. മാത്രമല്ല, ഒമാൻ കടലിലെയും ചെങ്കടലിലെയും കപ്പലുകളെ തടയുമെന്നും ഹോർമൂസ് പൂർണ്ണമായും അടയ്ക്കുമെന്നും ഇറാൻ മുന്നറിയിപ്പ് നൽകുന്നു. അങ്ങനെ വന്നാൽ ഒരു തുള്ളി എണ്ണ പോലും ഹോർമൂസ് വഴി ഗൾഫിൽ നിന്ന് പുറത്തേക്ക് പോകില്ലെന്നും ട്രംപ് അറിഞ്ഞു കളിക്കണമെന്നുമാണ് ഇറാന്റെ ഭീഷണി. ഇതിന് പിന്നാലെയാണ് ലബനനിൽ താൽക്കാലിക വെടിനിർത്തൽ പ്രഖ്യാപിച്ച് ട്രംപ് രംഗത്ത് വന്നത്. പിന്നീട് ഇത് നെതന്യാഹു അംഗീകരിക്കുകയായിരുന്നു. ഇതോടെ ഇറാൻ അമേരിക്ക രണ്ടാം ഘട്ട ചർച്ചയ്ക്കുള്ള അരങ്ങ് ഒരുങ്ങിയിരിക്കുകയാണ്. ഇസ്ലാമാബാദിൽ നടന്ന ആദ്യഘട്ട ചർച്ചയിലെ ഇറാന്റെ പ്രധാനപ്പെട്ട ആവശ്യമായിരുന്നു ലബനനിലെ വെടിനിർത്തൽ. അതിനാണ് നെതന്യാഹുവിന് സഹികെട്ട് വഴങ്ങേണ്ടി വന്നിരിക്കുന്നത്. അതേസമയം ഇറാനോടുള്ള നിലപാടിൽ ഗൾഫ് രാജ്യങ്ങൾക്കിടയിൽ വലിയ ഭിന്നത രൂപപ്പെട്ടു എന്നുള്ള വാർത്തകളും വരികയാണ്. ഇങ്ങനെയുള്ള 3 കാര്യങ്ങളാണ് ഈ വീഡിയോയിലൂടെ പരിശോധിക്കുന്നത്. ആദ്യം ലബനനിലെ വെടിനിർത്തൽ എങ്ങനെയാണ് ഇറാന്റെ വിജയമായി മാറുന്നത് എന്ന് നോക്കാം. ഇറാൻ യുദ്ധത്തിൽ വെടിനിർത്തൽ പ്രഖ്യാപിച്ചപ്പോൾ നെതന്യാഹു അതിന് പാരവെച്ചത് ലബനനിൽ ക്രൂരമായ ആക്രമണം നടത്തിക്കൊണ്ടാണ്. ഒരു ദിവസം മാത്രം 250ഓളം പേരെയാണ് നെതന്യാഹു കൊന്നുതള്ളിയത്. എന്തു വന്നാലും ലബനനിൽ വെടിനിർത്തൽ പ്രഖ്യാപിക്കില്ലെന്ന് പറഞ്ഞ് നെതന്യാഹു ഇറാൻ അമേരിക്ക ചർച്ചയിൽ പ്രധാന വെല്ലുവിളിയായി മാറുകയും ചെയ്തു. ആ നിലപാടിൽ നിന്നാണ് നെതന്യാഹുവിന് പിന്നോക്കം പോകേണ്ടി വന്നിരിക്കുന്നത് എന്നതാണ് ശ്രദ്ധേയം. അതിന് പ്രധാന കാരണമായത് ഇറാന്റെ കനത്ത നയതന്ത്ര സമ്മർദ്ദമാണ്. പല വഴികളിലൂടെയാണ് ഇറാൻ നെതന്യാഹുവിനെ തറപറ്റിച്ചത്. ചൈനയെയും റഷ്യയും ഉപയോഗിച്ച് ട്രംപിന് മുകളിൽ കനത്ത സമ്മർദ്ദമുണ്ടാക്കി. ഒപ്പം ഹോർമൂസിനെ വെച്ച് വിലപേശലും ശക്തമാക്കി. ലബനനിൽ വെടിനിർത്തൽ ഇല്ലാതെ നേരിട്ടുള്ള ചർച്ച ഇനി വേണ്ടെന്നുള്ള കർശന നിലപാടും ഇറാൻ സ്വീകരിച്ചു. ഇതോടെ ഹോർമൂസ് കടലിടുക്കിലെ സംഘർഷം കുറയ്ക്കണമെങ്കിൽ ലബനനിലെ പ്രശ്നം പരിഹരിക്കപ്പെടണമെന്ന് ട്രംപ് തിരിച്ചറിഞ്ഞു. ഇറാന്റെ ആവശ്യങ്ങൾ പാടയെ തള്ളിക്കളഞ്ഞാൽ ഗൾഫ് മേഖല വീണ്ടും വലിയൊരു സംഘർഷത്തിലേക്ക് പോകുമെന്നുള്ള പേടി ട്രംപിനും പശ്ചിമേഷ്യയിലെ അമേരിക്കൻ സഖ്യകക്ഷികൾക്കും ഉണ്ട്. ഇത് വലിയ ഇന്ധന പ്രതിസന്ധി ഉണ്ടാക്കും. ഇതോടെ ട്രംപ് നെതന്യാഹുവിന് മുകളിൽ കനത്ത സമ്മർദ്ദം ചെലുത്തി. മറ്റൊരു നീക്കം ഇറാൻ നടത്തിയത് യൂറോപ്യൻ രാജ്യങ്ങളെ വീണ്ടും തങ്ങളുടെ നയതന്ത്ര പദ്ധതിയിൽ കൊണ്ടുവന്നു എന്നതാണ്. ഇറാന്റെ ഈ പുതിയ നയതന്ത്ര നീക്കങ്ങൾ ഇസ്രയേലിനെ വലിയ സമ്മർദ്ദത്തിലേക്ക് മാറ്റി. ഇറ്റലി ഇസ്രയേലുമായുള്ള പ്രതിരോധ കരാർ റദ്ദാക്കിയതിൻ്റെ ഒരു കാരണം ലബനനിൽ നടത്തുന്ന ആക്രമണമായിരുന്നു. ഇറ്റലിയുടെ കടുത്ത തീരുമാനം മറ്റ് യൂറോപ്യൻ രാജ്യങ്ങൾക്കും സമാനമായ തീരുമാനങ്ങൾ എടുക്കാൻ പ്രചോദനമായി. ഇറ്റാലിയൻ വിദേശകാര്യമന്ത്രിയും ഇറാന്റെ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാഗ്ചിയും തമ്മിൽ നടന്ന കൂടിക്കാഴ്ചകൾ ഇസ്രയേലിനെ സംബന്ധിച്ചിടത്തോളം വലിയ ഭീഷണിയായി മാറി എന്ന് തന്നെ പറയാം. ഇറ്റലിക്ക് പിന്നാലെ സ്പെയിനും ഫ്രാൻസും ഇറാനുമായി ചർച്ചകൾ ആരംഭിച്ചത് മേഖലയിൽ ഇസ്രയേലിന്റെ സ്വാധീനം കുറയാൻ തന്നെ കാരണമായി. പ്രത്യേകിച്ച് സ്പെയിൻ ഇസ്രയേലിന് മേൽ ആയുധ ഉപരോധം വേണമെന്ന് ശക്തമായി ആവശ്യപ്പെട്ടതും ഇസ്രയേലിനെ ആഗോളതലത്തിൽ ഒറ്റപ്പെടുത്തി. നേരത്തെ തന്നെ സ്പെയിൻ പ്രധാനമന്ത്രി പെട്രോ സാഞ്ചസ് ഇസ്രയേലിനെതിരെ കടുത്ത നിലപാട് എടുക്കുന്ന ഒരു നേതാവാണ്. പലസ്തീനെ അംഗീകരിച്ച രാജ്യമാണ് സ്പെയിൻ. മാത്രമല്ല, മറ്റ് യൂറോപ്യൻ രാജ്യങ്ങൾക്ക് മുകളിൽ കൂടുതൽ സമ്മർദ്ദം ചെലുത്തുന്ന ഒരു നേതാവ് കൂടിയാണ് പെട്രോ സാഞ്ചസ്. ഇതോടെ യൂറോപ്യൻ രാജ്യങ്ങൾ ഒന്നടങ്കം തങ്ങൾക്കെതിരെ തിരിയുകയും ആയുധ ഉപരോധം ഏർപ്പെടുത്തുകയും ചെയ്താൽ യുദ്ധം തുടരുക അസാധ്യമാണെന്ന് നെതന്യാഹു തിരിച്ചറിഞ്ഞു. ഈ നയതന്ത്ര ഒറ്റപ്പെടൽ ഒഴിവാക്കാനാണ് ലബനനിലെ താൽക്കാലിക വെടിനിർത്തലിന് ഇസ്രയേൽ വഴങ്ങിയത് എന്നാണ് വിശകലന വിദഗ്ധരും നയതന്ത്ര വിദഗ്ധരുമെല്ലാം വിലയിരുത്തുന്നത്. ഇറാൻ യുദ്ധത്തിൽ യൂറോപ്യൻ രാജ്യങ്ങളും നാറ്റോ രാജ്യങ്ങളും ഇതുവരെ ഒരു താല്പര്യവും പ്രകടിപ്പിച്ചിട്ടില്ല, അവർ കാണിച്ചിട്ടില്ല. മാത്രമല്ല, ഹോർമൂസിൽ ട്രംപ് നടത്തുന്ന ഉപരോധത്തെയും അവർ അംഗീകരിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ നാറ്റോ രാജ്യങ്ങളെ നിരന്തരം ട്രംപ് തള്ളിപ്പറയുകയാണ്, തെറിവിളിക്കുകയാണ് എന്ന് പറയാം. ഒപ്പം നാറ്റോയിൽ നിന്ന് പുറത്തു പോകുമെന്ന് ഭീഷണിപ്പെടുത്തുകയും ചെയ്യുന്നു. ഈ സാഹചര്യത്തിൽ ട്രംപുമായി ഇങ്ങനെ ഉടക്കി നിൽക്കുന്ന യൂറോപ്യൻ രാജ്യങ്ങളെ അല്ലെങ്കിൽ നാറ്റോ രാജ്യങ്ങളുമായി നയതന്ത്ര ചർച്ചകൾക്ക് ഇറാൻ വിദേശകാര്യമന്ത്രി മുൻകൈയെടുത്തത് വളരെ നിർണായകമായ ഒരു നീക്കമായി നമുക്ക് വിലയിരുത്താൻ കഴിയും. ഈ ചർച്ചകളിലൂടെ അമേരിക്കയുടെ ഉപരോധം മറികടക്കാനുള്ള വഴികൾ നോക്കാമെന്നാണ് ഇറാൻ കരുതുന്നത്. കൂടാതെ ഇസ്രയേലിനെ സൈനികമായി മാത്രമല്ല നയതന്ത്രപരമായും പരാജയപ്പെടുത്താൻ തങ്ങൾക്ക് കഴിയുമെന്നും ഇറാൻ തെളിയിച്ചു. ഇനി ഹോർമൂസിലെ ട്രംപിന്റെ ഉപരോധത്തിലേക്ക് പോയാൽ ഉപരോധം വലിയ വിജയമാണെന്ന് ട്രംപും അമേരിക്കൻ സൈന്യവും അവകാശപ്പെടുമ്പോൾ ഇറാൻ ബന്ധമുള്ള കപ്പലുകൾ ഇപ്പോഴും ഹോർമൂസ് കടന്നു പോകുന്നുണ്ട് എന്നാണ് ഇറാൻ അവകാശപ്പെടുന്നത്. കപ്പൽ ഈ പാതകൾ സംബന്ധിച്ചുള്ള രേഖകൾ അല്ലെങ്കിൽ കപ്പലിൻ്റെ രേഖകളും ഇറാൻ്റെ അവകാശവാദത്തെയാണ് സാധൂകരിക്കുന്നത്.
ഏറ്റവും ഒടുവിൽ ഇറാൻ ബന്ധമുള്ള 2 സൂപ്പർ ടാങ്കറുകളും ഒരു LPG കപ്പലും ഗൾഫിലേക്ക് കടന്നു. LPG വാഹക കപ്പലായ ജി സമ്മർ ചൈനീസ് ഉടമസ്ഥതയിലുള്ളതാണ്. ഇറാന്റെ എണ്ണവാതക വിതരണ ശൃംഖലയുമായുള്ള ബന്ധം ആരോപിച്ച് അമേരിക്കൻ ട്രഷറി വിഭാഗം നേരത്തെ തന്നെ ഈ കപ്പലിനെ കരിമ്പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുമുണ്ട്. ഈ കപ്പൽ ഇറാന്റെ നിഴൽ കപ്പലാണെന്നാണ് അമേരിക്ക ആരോപിക്കുന്നത്. അങ്ങനെയുള്ള ജി സമ്മറാണ് ട്രംപിന്റെ ഉപരോധത്തെ വെട്ടിച്ച് ഗൾഫിലേക്ക് കടന്നത്. ഉപരോധം തകർത്ത മറ്റൊരു കപ്പൽ സൂപ്പർ ടാങ്കറായ അലീഷ്യ ആണ്. ഇറാന്റെ എണ്ണ കടത്തുന്നു എന്നാരോപിച്ച് അമേരിക്ക നേരത്തെ തന്നെ കരിമ്പട്ടികയിൽപ്പെടുത്തിയ ഒരു കപ്പലാണ് ഇത്. മറ്റൊരു സൂപ്പർ ടാങ്കർ ഹോങ് ലു ആണ്. ഇത് RHN എന്നുകൂടി ഈ കപ്പൽ അറിയപ്പെടുന്നുണ്ട്. ഈ കപ്പലും അമേരിക്കയുടെ ഉപരോധം മറികടന്ന് ഗൾഫിലേക്ക് കടന്നു. പല രീതിയിലാണ് ഇറാൻ ബന്ധമുള്ള കപ്പലുകൾ അല്ലെങ്കിൽ സൂപ്പർ ടാങ്കറുകൾ അമേരിക്കയുടെ ഉപരോധത്തെ മറികടക്കുന്നത്. ഒന്ന്, അമേരിക്കൻ സൈന്യത്തെ കബളിപ്പിക്കാൻ ഇറാൻ നിർദ്ദേശിക്കുന്ന പുതിയ പാത തിരഞ്ഞെടുക്കുന്നു. ഇറാന്റെ തീരത്തോട് ചേർന്നുള്ള ലാരക്, ഖേഷം എന്നീ ദ്വീപുകൾക്കിടയിലുള്ള ഇടുങ്ങിയ പാതയിലൂടെയാണ് പല കപ്പലുകളും ഇപ്പോൾ സഞ്ചരിക്കുന്നത്, ഗൾഫിലേക്ക് കടക്കുന്നത്. ജി സമ്മറും RHNും ഈ പാതയാണ് തിരഞ്ഞെടുത്തത്. മറ്റൊന്ന്, ലക്ഷ്യസ്ഥാനം മാറ്റിക്കാണിക്കുക എന്നതാണ്. സൂപ്പർ ടാങ്കറായ അലീഷ്യ ഗൾഫിലേക്ക് പ്രവേശിച്ചത് തങ്ങൾ ഇറാഖിലേക്ക് പോകുന്നു എന്ന് കാണിച്ചുകൊണ്ടാണ്. അമേരിക്കയെ കബളിപ്പിക്കാൻ ഇറാൻ ബന്ധമുള്ള കപ്പലുകൾ സ്വീകരിക്കുന്ന മറ്റൊരു രീതി കപ്പലുകളുടെ സ്ഥാനം കാണിക്കുന്ന സിഗ്നലുകൾ ഓഫ് ചെയ്യുകയോ തെറ്റായ ലൊക്കേഷൻ കാണിച്ചോ യാത്ര ചെയ്യുക എന്നതാണ്. അതും പോരാഞ്ഞ് ഇറാൻ തുറമുഖങ്ങളിൽ അടുക്കാതെ ഇറാന് സ്വാധീനമുള്ള നടുക്കടലിൽ വെച്ച് മറ്റ് കപ്പലുകളിലേക്ക് എണ്ണ മാറ്റുന്ന രീതിയും ഇറാൻ ബന്ധമുള്ള കപ്പലുകൾ പിന്തുടരുന്നുണ്ട്. ഇതെല്ലാം ഇറാൻ വിപ്ലവ സേനയുടെ കർശനമായ നിർദ്ദേശം അനുസരിച്ചാണ് ഈ കപ്പലുകൾ ചെയ്യുന്നത്. അതായത് അമേരിക്ക എത്ര വലിയ ഉപരോധം ഏർപ്പെടുത്തിയാലും പൊടിക്കൈകളിലൂടെ അത് പൊളിക്കുമെന്നാണ് ഇറാൻ തെളിയിക്കുന്നത്. മാത്രമല്ല, ഇനിയും ഉപരോധം തുടർന്നാൽ കടുത്ത നടപടിയിലേക്ക് ഇറാൻ കടക്കുമെന്നുള്ള സൂചനയുമുണ്ട്. അമേരിക്കൻ കപ്പലുകൾ മുക്കുമെന്നാണ് IRGCയുടെ ഒരു ഭീഷണി. മറ്റൊന്ന്, ഹോർമൂസ് പൂർണ്ണമായും അടയ്ക്കും എന്നതാണ്. ഹോർമൂസ് ഇറാൻ പൂർണ്ണമായും അടച്ചാൽ ആഗോള എണ്ണ വിപണി വലിയ പ്രതിസന്ധിയിലാകാനാണ് സാധ്യത. ഇത് മുന്നിൽ കണ്ട് തന്നെയാണ് പൂർണ്ണ ഉപരോധമെന്ന് പുറമേ പറയുമ്പോഴും ഇറാൻ ബന്ധമുള്ള കപ്പലുകളെ അമേരിക്ക കടത്തിവിടുന്നത് എന്നാണ് സൈനിക വിദഗ്ധരെല്ലാം വിലയിരുത്തുന്നത്. ഇറാൻ ബന്ധമുള്ള കപ്പലുകളെ പൂർണ്ണമായും തടഞ്ഞാൽ ഇറാൻ കടുത്ത നടപടികളിലേക്ക് കടക്കുമെന്നുള്ളൊരു പേടി ട്രംപ് ഭരണകൂടത്തിന് ഉണ്ട്. ഇതിനിടെയാണ് ഇറാനോടുള്ള നിലപാടിൽ ഗൾഫ് രാജ്യങ്ങൾക്കിടയിൽ പ്രകടമായ അഭിപ്രായ വ്യത്യാസങ്ങൾ രൂപപ്പെട്ടു വന്നിരിക്കുന്നത്. അമേരിക്ക ഞെട്ടിച്ച് സൗദി അറേബ്യ ഇറാൻ പക്ഷത്തേക്ക് ചാഞ്ഞതും ശ്രദ്ധേയമാണ്. ഇതിന് പ്രധാന കാരണം യമനിലെ ഹൂതികളെ പേടിച്ചിട്ടാണ് എന്നാണ് വിലയിരുത്തൽ. ഹോർമൂസിലെ അമേരിക്കയുടെ നാവിക ഉപരോധവും അബ്ബാസ് അരാക്ചിയുടെ നയതന്ത്ര നീക്കങ്ങളും സൗദി അമേരിക്കൻ വിരുദ്ധ നിലപാടിലേക്ക് എത്താൻ മറ്റൊരു കാരണമായി എന്നും പറയപ്പെടുന്നു. നാവിക ഉപരോധം പിൻവലിക്കാനോ ലഘൂകരിക്കാനോ സൗദി അറേബ്യ അമേരിക്കയോട് ആവശ്യപ്പെട്ടതായി റിപ്പോർട്ടുകളുമുണ്ട്. ഉപരോധം മേഖലയിൽ വലിയ സംഘർഷത്തിന് കാരണമാകുമെന്നും അത് മറ്റു വലിയ വ്യാപാര പാതകളെ ബാധിക്കുമെന്നും സൗദി ഭയപ്പെടുന്നു. ഇറാനുമായി സൗദി വിദേശകാര്യ മന്ത്രാലയം നേരിട്ട് ആശയവിനിമയം തുടരുകയാണ്. അതേസമയം UAE ഇറാനെതിരെ കർശന നിലപാട് എടുക്കണമെന്ന ഒരു രീതിയാണ് സ്വീകരിക്കുന്നത്. ഹോർമുസ് കടലിടുക്ക് ഇറാന്റെ മാത്രം സ്വത്തല്ല എന്നും അത് രാജ്യാന്തര കപ്പൽപാതയാണെന്നുമാണ് UAEയുടെ നിലപാട്. കടലിടുക്കിന്റെ സുരക്ഷയ്ക്കായി രാജ്യാന്തര നീക്കങ്ങൾക്കൊപ്പം UAE നിൽക്കുമെന്നും അവർ അറിയിക്കുന്നു. ഇറാന്റെ മിസൈൽ ഡ്രോൺ ശേഷികൾ പൂർണ്ണമായും നിയന്ത്രിക്കാതെ ഒരു സമാധാന കരാറിലും ഏർപ്പെടരുത് എന്നും UAE നിലപാട് സ്വീകരിക്കുന്നു. ബഹ്റൈനും UAEക്ക് സമാനമായ നിലപാടിലാണ്. എന്നാൽ ഖത്തറും ഒമാനും സമാധാന ചർച്ചകൾക്ക് മുൻഗണന നൽകുകയും അമേരിക്കയും ഇറാനും ഇടയിൽ മധ്യസ്ഥരായി പ്രവർത്തിക്കുകയും ചെയ്യും. കുവൈറ്റും ചർച്ചകൾക്ക് പ്രാധാന്യം നൽകണമെന്ന നിലപാടാണ് സ്വീകരിക്കുന്നത്. മാത്രമല്ല, അമേരിക്കയുടെ ഉപരോധത്തെ കുവൈറ്റ് എതിർക്കുകയും ചെയ്യും. അതായത് ഇറാനോടുള്ള നിലപാടിൽ സൗദിയും കുവൈറ്റും ഖത്തറും ഒമാനും ഒരു പക്ഷത്തും UAEയും ബഹ്റൈനും മറുപക്ഷത്തും നിലയുറപ്പിക്കുന്ന കാഴ്ചയാണ് GCC രാജ്യങ്ങൾക്കിടയിൽ നിന്ന് ഇപ്പോൾ കാണുന്നത്. GCC രാജ്യങ്ങൾക്കിടയിലെ ഈ ഭിന്നത അമേരിക്കയ്ക്ക്, ട്രംപിന് കനത്ത തലവേദനയാണ് സൃഷ്ടിക്കുന്നത് എന്നും പറയാം. സൗദി ഇറാൻ അനുകൂല നിലപാട് സ്വീകരിച്ചത് അമേരിക്കൻ നയതന്ത്രജ്ഞരെ തന്നെ ഞെട്ടിച്ചു എന്നാണ് റിപ്പോർട്ട്. എന്തായാലും ഓരോ ദിവസം കഴിയുന്തോറും പശ്ചിമേഷ്യൻ വിഷയത്തിൽ അമേരിക്കയും ഇസ്രയേലും ഒറ്റപ്പെടുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെ ഇറാനുമായുള്ള 2ാം ഘട്ട ചർച്ചയിൽ അമേരിക്ക കൂടുതൽ അയഞ്ഞ നിലപാട് അല്ലെങ്കിൽ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകും എന്നാണ് വിലയിരുത്തൽ. എത്രയും പെട്ടെന്ന് ഇറാനുമായുള്ള സംഘർഷം നിർത്താനാണ് അമേരിക്ക ആലോചിക്കുന്നത്. അമേരിക്കയ്ക്ക് മുൻതൂക്കമുണ്ടെന്ന് പുറമേക്കെങ്കിലും തോന്നിപ്പിക്കുന്ന ഒരു കരാറിലേക്ക് കാര്യങ്ങൾ എത്തിയാൽ യുദ്ധം അവസാനിപ്പിക്കാം എന്ന് തന്നെയാണ് ട്രംപ് അഡ്മിനിസ്ട്രേഷൻ്റെ മനസ്സിലിരിപ്പ്. എത്രയും പെട്ടെന്ന് സമാധാനം രൂപപ്പെടട്ടെ എന്ന് നമുക്ക് പ്രത്യാശിക്കാം. ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. പേജ് 10 സ്റ്റോറീസ് വീഡിയോകൾ
വാട്സപ്പിൽ കിട്ടാൻ കമൻറ്റ് ബോക്സിലുള്ള ലിങ്കുകൾ ക്ലിക്ക് ചെയ്യാം. വാട്സപ്പ് ഗ്രൂപ്പിലോ വാട്സപ്പ് ചാനലിലോ അംഗമാകാം. മറ്റൊരു വീഡിയോയുമായി കാണാം. നന്ദി, നമസ്കാരം.